ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹന്നസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിത് എയർ ഫ്രയർ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ടിപ്സും കൂടിയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പകുതി തക്കാളി നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പകുതി സവാള എടുത്തിട്ടുണ്ട്. അതും നല്ല ചെറുതാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതാ മല്ലിയില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അരക്കപ്പോളം മല്ലിയില എടുത്തിട്ടുണ്ട്. അതും നല്ല ചെറുതാക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നത്. പിന്നെ ഇതാ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കമും പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം സോയാ സോസ് ഇട്ട് പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ഉടച്ചെടുക്കണം. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ഉടഞ്ഞ രീതിയിലാണ് നമുക്ക് മിക്സായി കിട്ടേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മസാലയൊക്കെ റെഡിയായതിനു ശേഷം നമ്മുടെ ഇതാ ചിക്കനിലോട്ട് വരയൊക്കെ ഇട്ടിട്ടുള്ള റെഡിയാക്കി വെച്ചതാണ്. 2 ലെഗ് പീസും ഒരു ബ്രസ്റ്റ് പീസുമായിട്ട് എടുത്തതാണ്. നമ്മൾക്ക് പീസാക്കിയിട്ടും വേണമെങ്കിൽ ഫ്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു മസാല നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഇതുപോലെ മിക്സാക്കിയ ശേഷം ഇതൊരു 4-5 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാലയൊക്കെ ഇറങ്ങി ഈ ഒരു വെജിറ്റബിൾസൊക്കെ ചേർത്തതുകൊണ്ട് അതിൻ്റെ എല്ലാം നീരിറങ്ങി നമ്മളെ ചിക്കനിലോട്ട് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു കീസിലോട്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് പിടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ എയർ ഫ്രൈയിൽ ഫ്രൈ ചെയ്യുമ്പോഴല്ലേ നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ 5 മണിക്കൂർ എടുത്തതാണ്. 5 മണിക്കൂറിന് ശേഷമുള്ളതാണ് ഇതൊട്ട്. അപ്പോൾ അത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ ഫ്രീസറിലാണ് ഇത് വെക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ച് തണുപ്പെല്ലാം പോയതിന് ശേഷമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാൻ പാടില്ല. ഇനി നമ്മുടെ എയർ ഫ്രയർ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു തട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിലേക്കെല്ലാം മസാല പൊട്ട് കരിഞ്ഞിട്ടും അങ്ങനെയെല്ലാം ഉണ്ടാവും. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബട്ടർ പേപ്പറാണ് കേട്ടോ. ഇത് ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് നമ്മൾക്കിതിലേക്ക് വെക്കാം. ഇതൊരു ചെറിയൊരു ഓവൺ തന്നെയാണ് കേട്ടോ. നമ്മൾക്കിതിലേക്ക് കേക്കെല്ലാം ബേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ മസാല ഒന്നും അടിയിൽ പോലെ എല്ലാം അതിൽ ആ ബട്ടർ പേപ്പറിലുണ്ടാവും. പിന്നെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റും നല്ല ഒരു എന്താ പറയുക ആ ഒരു ജ്യൂസി ആയിട്ടും ഉണ്ടാവും. അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ തന്നെ പിടിക്കും. പിന്നെ നമ്മളിതിൽ കുറച്ചൊന്ന് ഓയിലും കൂടി തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ചിക്കൻ ഇതിൽ വെച്ചതിന് ശേഷമാണ് ഇതിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുന്നത്. ഒലീവ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ മസാലയിലിട്ടാലും മതി, മസാലയിലിട്ട് മിക്സാക്കി എടുത്താലും മതി. ഞാൻ ഇവിടെ ചിക്കനിലോട്ട് തന്നെ ഡയറക്റ്റ് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമ്മളിത് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 180 ഡിഗ്രി ഹീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരു 10 മിനിറ്റ് വരെ വെച്ച് ടോട്ടലായിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ഒരു സൈഡേക്ക് വെക്കണം. 2 സൈഡും മാറി മാറി നമുക്ക് തിരിച്ചിട്ടിട്ടൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. 10 മിനിറ്റ് ആയതിന് ശേഷം ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്കൊന്ന് 10 മിനിറ്റ് കൂടെ വെക്കാം. അപ്പോൾ അതാ വീണ്ടും 10 മിനിറ്റ് ആയതിനു ശേഷം ഇതാ നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടിഭാഗം ചെറുതായിട്ടൊക്കെ വെന്തിട്ടുണ്ടാവും, എന്നാലും നമ്മളത് ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്കിതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടോട്ടലായിട്ട് 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് വേവിക്കാൻ. അപ്പോൾ 180 ഡിഗ്രിയിലാണെങ്കിൽ നമുക്ക് ഇത്ര എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഇതാ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഇതിൽ ഫ്രൈ ചെയ്യുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അടുത്തത് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്.
അപ്പോൾ ഇതിനായിട്ട് ഞാനിതാ കുറച്ച് സോസേജ് എടുത്തിട്ടുണ്ട്, അതിതാ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ സോസേജ് എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യം ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ബ്രെഡിൻ്റെ നടുഭാഗം ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ച ഈ സോസേജ് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ചെടുക്കാം. ഇനി ഇതാ ഞാൻ കുറച്ച് മൊസറല്ല ചീസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഒറിഗാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് പിന്നെ കുറച്ച് കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. സൈഡെല്ലാം നമ്മുടെ മൈദയാണ് ഒന്ന് മിക്സാക്കിയിട്ട് അത് ഇതിൻ്റെ സൈഡേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സിമ്പിളാണ്, ഒന്നുമില്ല. ഇതിങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സോസേജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്കൊരു മുട്ടയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു മുട്ട തന്നെ ഇതിലേക്ക് ധാരാളമാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അതൊന്ന് ഡിപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്തത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മുട്ട ബ്രഷ് ചെയ്ത ആ ഒരു ഭാഗം തിരിച്ചിട്ടിട്ടാണ് നമ്മൾ എയർ ഫ്രൈയിൽ വെക്കുമ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് ആ മുകൾ ഭാഗം ഒന്നും കൂടെ ബ്രഷ് ചെയ്യാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് 2 സൈഡും ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നാക്ക് റെഡിയായി. നല്ല ഈസിയാണ്. ചായ തിളക്കുന്ന സമയം മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ. അടുത്തത് ഇതാ ചെമ്മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബാബാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതാ ചെമ്മീൻ ഈ ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സവാള 2 ടേബിൾ സ്പൂണോളം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5 പീസോളം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ആവശ്യത പച്ചമുളകാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി എടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത് നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ 3 പീസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്കൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നല്ലോണം അരണമെന്നല്ല, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് കിട്ടിയാൽ മതി നമുക്ക്. പിന്നെ ഇതാ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസാണ് ചേർക്കുന്നത്, ഡാർക്ക് സോയാ സോസ്. പിന്നെ ഇതിൽ ബാക്കി വന്ന ആ ഒരു പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡ്. അപ്പോൾ ഇത് കുറച്ച് വലിയ ബ്രെഡാണ് കേട്ടോ, അതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട് ഞാനത്. 1 കപ്പാണ് നമ്മൾ ചെമ്മീൻ ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം അരയണമെന്നില്ല, ചെറിയൊരു ഇതിൽ അരിഞ്ഞാൽ മതി. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടത്, ഒരുപാട് അരഞ്ഞിട്ടുമില്ല, എന്നാൽ ആ ഒരു അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാനിതിലേക്ക് ഉപ്പിടാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് അരക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചതാണിത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഇതാ നമുക്കിവിടെ കുറച്ച് സ്ക്വയറാണ് ആവശ്യം. പിന്നെ ഇതാ ഇത് ഓരോ ഷേപ്പാക്കി എടുത്ത് വെക്കാം. ഒരേ സൈസിലുള്ള ബോൾസാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 പീസാണ് ആക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു സ്റ്റിക്കിലോട്ട് ഞാൻ ഈ ഒരു മസാല നന്നായിട്ട് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലോട്ട് ഓയിലാക്കി കൊടുക്കണം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തത്. അപ്പോൾ അത് കയ്യിലേക്ക് ആക്കിയ ശേഷം നമ്മൾ ഈ ഒരു ബോൾസ് ഇട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ആ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ പിടിക്കും. പിന്നെ നമ്മൾ വിരലിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും കൂടെ ആക്കി കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവട്ടെ ഇങ്ങനെ ആക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ചിക്കനെല്ലാം ചെയ്യുന്ന പോലെ ചെമ്മീന് കൊണ്ട് ഇങ്ങനെ ഒരു കബാബ് ഉണ്ടാക്കി നോക്ക്. എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ചെമ്മീന് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എയർ ഫ്രൈയിൽ അതിലേക്ക് ഞാനിത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിഭാഗത്തൊന്നും കരിഞ്ഞു പോവാതെ അതിൻ്റെ കറക്റ്റ് അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ വെക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം വെച്ചിട്ട് നമുക്ക് ഓവനിൽ വെക്കാം.
ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ വെച്ചത് 15 മിനിറ്റാണ് എനിക്ക് ടോട്ടലായിട്ട് എടുത്തത്. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്യാനെടുത്തത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റിന് ശേഷം ഞാനെടുത്ത് വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത് ഒരു സൈഡ് ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്ത്. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് 15 മിനിറ്റാണ് കേട്ടോ ഞങ്ങൾക്ക് വേവിക്കാനെടുത്തത്. അപ്പോൾ ഓരോ ഓവൻ്റെതും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതാ നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നും ഒരുപോലെ ചെയ്യാതെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കെ. എയർ ഫ്രൈയിലല്ലാതെ നമുക്ക് പാനിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ കൊണ്ട് നമുക്കൊരു ബ്രോസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഓയിലൊന്നും ഇല്ലാത്ത പെട്ടെന്ന് നമുക്കൊരു ബ്രോസ്റ്റ് ഉണ്ടാക്കാം. എയർ ഫ്രൈയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും പിന്നെ ഒരു ലെഗ് പീസും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് നല്ല തിന്നാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല ഭാഗത്ത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പൊടി, ഇത് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ സവാളയുടെ പൊടിയാണ്, അതും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാപ്രിക്ക പൗഡറും വേണം, അതും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് സോൾട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടും 1/4 ടീസ്പൂൺ വൈറ്റ് സോൾട്ടും ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി വെക്കാം. അപ്പോൾ ഇത് വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇതുപോലെ മുക്കിയ ശേഷം ഈ ഒരു പൗഡർ ഇതിലേക്ക് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കാക്കി നമുക്കതിൽ നിന്നെടുത്ത് വീണ്ടും വെള്ളത്തിലോട്ട് മുക്കി ഇതുപോലെ നമുക്ക് 3 പ്രാവശ്യം ഇതുപോലെ ചിക്കൻ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കനിൽ സ്കിന്നൊന്നും ഇല്ലാതെയാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയാൽ നല്ലൊരു സ്കിന്നെല്ലാം ഉള്ളതുപോലെ അങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വെള്ളത്തിൽ മുക്കിയ ശേഷം ഈ ഒരു പൊടി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കനിലോട്ട് എല്ലാം പൊടി ഇങ്ങനെ ആക്കിയ ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കനും ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിന്ന് ഫ്രൈ ചെയ്യുന്ന എയർ ഫ്രൈയിലാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓയിലാക്കി കൊടുത്താൽ തന്നെ മതി. ഇനി നമുക്ക് ഈ ഗ്രില്ലിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. അടുത്തടുത്ത് വെച്ചാൽ തന്നെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അടുത്തിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫോയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ അതിൽ അടിയിലൊന്നും പിടിക്കാതെ നിൽക്കും. പക്ഷേ അതിലൊക്കെ ടൈം കൂടുതലെടുക്കും. അപ്പോൾ ഇവിടെ ഞാനിതാ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റും 180 ഡിഗ്രി ഹീറ്റിലും ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ചിക്കനിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചിക്കനിലേക്ക് ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടിഭാഗത്ത് ഇതുപോലെ നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് കരിഞ്ഞു പോവും. അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം ഇളകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്നുകൂടെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ ഓയിൽ എല്ലാ ഭാഗത്താക്കിയ ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് വെച്ച് ഒന്നും കൂടി ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച ശേഷം 15 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും എടുത്തിട്ട് ഒന്നും കൂടി ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 3 പ്രാവശ്യമെങ്കിലും നമ്മളിതുപോലെ ബ്രഷ് ചെയ്യണം. ഓയിലൊന്ന് ബ്രഷ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ വേവും കറക്റ്റ് ആകുന്നത്. പിന്നെ അതിൻ്റെ സ്കിന്നിലേക്കും എല്ലാം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് 3 പ്രാവശ്യമായിട്ട് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് ഓയിലൊക്കെ എല്ലാ ഭാഗത്തും ആക്കി അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആയിട്ട് നല്ല ഓയിൽ ഇതുപോലെ ഇട്ടാൽ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ നമുക്ക് ഈസിലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും.
അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നമ്മൾ ചിക്കനിൽ അത്ര വലിയ ഫ്ലേവർ ഇല്ല, നമ്മൾ ഉപ്പ് മാത്രമാണ് ഇടുന്നത്, എരിവൊന്നും ഇല്ലാത്ത ആ ഒരു രീതിയിൽ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ഈ തൊലിയിൽ ഉപയോഗിച്ചത് ബ്ലാക്ക് സോൾട്ടാണ്. ബ്ലാക്ക് സോൾട്ടിന് നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നോക്കണം. അത് ചില റെസിപ്പിക്കെല്ലാം നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.